നമ്മുടെ അധർമ്മങ്ങളെ നമ്മോട് അകറ്റിയ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ തൻ്റെ ഭക്തന്മാരോട് വലുതായ കരുണയുള്ള നമ്മുടെ സ്വർഗസ്ഥ പിതാവിനെ ഞാൻ സ്തുതിക്കുന്നു, ഞാൻ മഹത്വപ്പെടുത്തുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും വാത്സല്യ ദൈവജനത്തിനും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങൾ. നമുക്കൊരുമിച്ച് ലഭിക്കുന്ന ആത്മീയ കൂട്ടായ്മയുടെ അവസരങ്ങളെ വിലയേറിയതായി കണ്ടുകൊണ്ട് ദാതാവായ ദൈവത്തിന് സ്തോത്രം, കൂടി വരുന്ന ദൈവജനത്തിന് നന്ദിയും ഞാൻ അർപ്പിക്കുന്നു. നാം പല സ്ഥലങ്ങളിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഔദ്യോഗിക ജീവിതത്തോടൊപ്പം കർത്താവിനെ സേവിക്കുകയും അവിടുത്തെ വരവനായി നോക്കി പാർക്കുകയും ചെയ്യുന്നല്ലോ. ഒന്നിനാലും നാം ഒടുങ്ങിപ്പോകാതെ, ഞെരുങ്ങിയും ഞരങ്ങിയും പോകാതെ നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് പൂർണ്ണ ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യമാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ചിന്താവിഷയം. നാം അറിയുന്നത് പോലെ ആവർത്തിച്ചുള്ള ഒരു യാത്രയാണ് ഈ വാക്യങ്ങളിലൂടെ നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പ്രധാനമായും നാം ആ ഭാഗങ്ങളിൽ നിന്നും കണ്ടത് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നതിൻ്റെ പിൻപിലെ ഉദ്ദേശവും അതിനാൽ മനുഷ്യകുലത്തിന് ലഭിച്ച ലാഭം അഥവാ നേട്ടവും ആണ്. 15 കൂട്ടം കാര്യങ്ങൾ നാം ആ ഗണത്തിൽ കണ്ടു. തുടർന്ന് നാം ഈ വാക്യങ്ങളിലൂടെ വീണ്ടും യാത്ര ചെയ്തിട്ട് അവിടങ്ങളിൽ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാതെ പോയ ചില പദങ്ങളും പ്രയോഗങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ വ്യാഴാഴ്ച രാത്രിയിൽ ചിന്തിച്ചത് യേശു എന്ന നാമമാണ്. എബ്രായ ലേഖനത്തിൽ നാം ഇതുവരെ കണ്ടതുപോലെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ അപ്പോസ്തലൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വളരെയേറെ കാര്യങ്ങൾ. അതെല്ലാം യേശുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ചും നിത്യത്വത്തെ സംബന്ധിച്ചും സൃഷ്ടികളുടെ മേലൊക്കെ യേശുക്രിസ്തുവിനുള്ള പരമ അധികാരത്തെ സംബന്ധിച്ചുമാണ്. അവിടങ്ങളിലൊന്നും പുത്രൻ എന്നുവരെ കാണുന്നുണ്ടെങ്കിലും ഒരു പേഴ്സണൽ നെയിം, വ്യക്തിപരമായ പേര് യേശുവിന് അവിടെ എങ്ങും ലേഖകൻ കൊടുത്ത് കണ്ടില്ല. യേശുവിന് അവിടങ്ങളിലൊക്കെ നൽകപ്പെട്ടിട്ടുള്ള പേരുകൾ നമ്മൾ ചികഞ്ഞെടുത്ത് പഠിച്ചു. എന്നാൽ വ്യക്തിപരമായ ഒരു പേര് നാം ആ ഭാഗത്തെങ്ങും കണ്ടില്ല. അങ്ങനെ വിശേഷാൽ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന ദൈവപുത്രന്റെ പേര് യേശു എന്നാണെന്ന് നമുക്കറിയാം. ആ പേര് യേശുവിൻ്റെ ഏറ്റവും വ്യക്തിപരമായ പേര്. അത് നാം എബ്രായ ലേഖനത്തിൽ ആദ്യമായി കാണുന്നത് 9-ാമത്തെ വാക്യത്തിൽ 2-ാം അധ്യായത്തിലാണെന്ന് നമ്മൾ ഇതിനോടകം പല പ്രാവശ്യം പഠിച്ചു. ഒന്നും കൂടെ നമുക്ക് ആ വാക്യം വായിക്കാമല്ലോ. എങ്കിലും എല്ലാ ദൂതന്മാരിലും യേശു
അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. യേശുവിൻ്റെ വ്യക്തിപരമായ നാമം, പേര്, പേഴ്സണൽ പ്രൊനൗൺ, പേഴ്സണൽ നെയിം, യേശു. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മ കാണുമല്ലോ. യേശു എന്ന പേരിൻ്റെ അർത്ഥം രക്ഷകൻ, രക്ഷിതാവ്, വൺ ഹൂ സേവ്സ്. അതിൽ നിന്നും നമ്മൾ കണ്ടത് യേശു പാപികളെ രക്ഷിക്കുന്നു. പാപികളല്ലാത്ത ആരും ഉലകത്തിൽ ഇല്ല. മനുഷ്യജാതിയിൽ പാപികളല്ലാത്ത ആരും ഇല്ല. അതുകൊണ്ട് യേശു പാപികളെ രക്ഷിക്കുന്നു എന്നതിനു പകരം യേശു മനുഷ്യനെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം എല്ലാ മനുഷ്യരും പാപികളാണ്, പാപത്തിൽ ജനിച്ചവരാണ്. പാപം നിമിത്തം ജനിച്ചവരല്ല, പാപത്തിൽ ജനിച്ചവരാണ്. നമ്മുടെ ജനന പ്രക്രിയ പാപമായിരുന്നില്ല. അതുകൊണ്ടാണ് പാപം നിമിത്തം ജനിച്ചു എന്ന് പറയരുതെന്ന് പറഞ്ഞത്. ചിലർ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ടല്ലോ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാ, 2 പാസ്റ്റേഴ്സ് തമ്മിൽ വളരെ ഗൗരവതരമായ ചർച്ച, തർക്കം, വാദമെന്ന് പറയാം. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ തർക്കിച്ചും വാദിച്ചും ഇരിക്കുമ്പോഴാണ് ഞാൻ അതുവഴി ഒന്ന് പോയത്. അപ്പൊ എന്നെ കണ്ടോണ്ട് അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഒന്ന് നിഷ്പക്ഷമായിട്ട് ഉത്തരം പറയാൻ. ഞാൻ പറഞ്ഞു, ശ്രമിക്കാം. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി. ഒരാൾ പറയുന്നത് പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നതിൻ്റെ അർത്ഥം മാതാപിതാക്കൾ തമ്മിലുള്ള ശാരീരിക ബന്ധം പാപമാണ്, അത് നിമിത്തം ഞാൻ ജനിച്ചുപോയി എന്ന. അടുത്തയാള് അങ്ങനെയല്ല, ആദാമ്യ പാപത്തിലാണ് ഞാൻ ജനിച്ചത് എന്ന അർത്ഥത്തിലാണ് എടുത്തത്. എനിക്ക് മനസ്സിലായി ഇതാണ് ഇവരുടെ വാദഗതി. അതുകൊണ്ട് ഏത് വാദഗതിക്കാരെന്ന് ചോദിക്കാതെ ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞപ്പോഴാണ് പാസ്റ്റേഴ്സിനിടയിൽ പോലും ഈ വാക്യത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പറഞ്ഞതിൻ്റെ സാരം, നമ്മൾ പാപം നിമിത്തം ജനിച്ചവരല്ല, പക്ഷേ തെറ്റിയാലും സാരമില്ല, ഒന്ന് ഒന്നാട്ടെ. പാപത്തിൽ ജനിച്ചു. പാപത്തിൽ ജനിച്ചവരാ. യെസ്, സ്തോത്രം. പാപം നിമിത്തമല്ല. ആദം ഹൗവമാർ പാപം ചെയ്തില്ലായിരുന്നുവെങ്കിലും അവർക്ക് തലമുറകൾ ജനിച്ചേനെ. മുമ്പൊരിക്കലും നമ്മൾ പഠിച്ചതുപോലെ സെക്സ്, marriage and bearing and rearing children are not post-fall curse but pre-fall blessing. വിവാഹം
കുടുംബജീവിതം, ലൈംഗികത, ഗർഭധാരണം, മക്കളെ പ്രസവിക്കുക, ഇതൊന്നും മനുഷ്യൻ പാപത്തിൽ വീണതിന് ശേഷം ഉണ്ടായ ശാപങ്ങളല്ല. പകരം മനുഷ്യൻ പാപത്തിൽ വീഴുന്നതിന് മുമ്പേ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളാണ്. They are not post-fall curse, but pre-fall blessing. സ്തോത്രം. അതുകൊണ്ട് തലമുറകൾ ജനിച്ചത് ആദാം ഹവ്വമാരുടെ പാപമല്ല. മനുഷ്യൻ പാപത്തിൽ ജനിച്ചവരാണ്. സകല മനുഷ്യരും അങ്ങനെ തന്നെ. നമ്മൾ കണ്ടിട്ടുണ്ട്, ബൈ നേച്ചർ ആൻഡ് ബൈ ഡീഡ്സ് ഹ്യൂമൻ ബീയിങ്സ് ആർ സിന്നേഴ്സ്. പ്രകൃതത്താലും പ്രവൃത്തിയാലും മനുഷ്യൻ പാപികൾ. പ്രകൃതത്താലും പ്രവൃത്തിയാലും. ഈ കഴിഞ്ഞിടയ്ക്കും ഒരാള് ഒരു റിട്രീറ്റിൽ വെച്ച് യൂത്ത്സ് ചിലർ ചോദിച്ചൊരു ചോദ്യ, there are so many good people even outside the church, outside Christianity. സഭയ്ക്കകത്തുള്ളവരെക്കാൾ, പാസ്റ്റേഴ്സിനെയും പ്രസംഗകരെയും കാൾ വിശുദ്ധന്മാരായിട്ടുള്ള നല്ല മനുഷ്യർ സഭയ്ക്ക് പുറത്ത്, ക്രിസ്ത്യാനിത്വത്തിന് പുറത്തുണ്ടല്ലോ. അതെ, ശരിയാ. അപ്പോൾ അവരോട് യേശുവിനെ പറ്റി പറയണോ? വേണം. അവര് ചർച്ചിനകത്ത് വന്നില്ലെങ്കിൽ രക്ഷയില്ലേ? ഇല്ല. സ്തോത്രം. സുവിശേഷം മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയുള്ളതല്ല. Gospel is not a moral message. Jesus died not to make some good men and women. കുറച്ച് നല്ല സ്ത്രീ പുരുഷന്മാരെ വാർത്തെടുക്കാനല്ല യേശു ക്രൂശിൽ മരിച്ചത്. സ്തോത്രം. ആരുടെയും നീതിപ്രവർത്തികളാൽ സ്വർഗം കരസ്ഥമാക്കാൻ ആർക്കും പറ്റില്ല. സകല മനുഷ്യരും പാപത്തിന്റെ കീഴെ അടയ്ക്കപ്പെട്ടത് കഴിഞ്ഞതുകൊണ്ടാണ് എല്ലാവരുടെയും പാപങ്ങളെ ചുമക്കുവാനായി യേശു പ്രത്യക്ഷനായത്. അപ്പോൾ യേശു എന്ന പേരിന്റെ അർത്ഥം പാപങ്ങളിൽ നിന്നും മനുഷ്യജാതിയെ മുഴുവനും രക്ഷിക്കുന്നവൻ. എന്നാൽ ആ രക്ഷിക്കുന്നത് എങ്ങനെയല്ലെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. മനസ്സിലേക്കാണെന്ന് കരുതുന്നു. പകരം എങ്ങനെയാണ് യേശു രക്ഷിതാവാകുന്നത് ആയത് എന്നും കൂടെ നമ്മൾ കണ്ടു. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. യേശു, ആ നാമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സ്തോത്രം.
യേശു എന്ന നാമം സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലും വളരെ പ്രധാനപ്പെട്ട നാമമാണ്. വളരെ സ്വാധീനമുള്ള നാമമാണ്. ദിസ് നെയിം ഈസ് വെരി important name. In all the three worlds of the heaven, earth, and underneath. This name is so influential name. This name has amazing influence on God himself, on man, and also on the demon kingdom. യേശു എന്ന നാമം വളരെ സ്വാധീനമുള്ള നാമമാണ്. ദൈവത്തിൻ്റെ മേൽ യേശു എന്ന പേരിന് വളരെ സ്വാധീനമുണ്ട്. സ്തോത്രം. The name Jesus has great impact even on God. സ്തോത്രം. കാരണം ആ നാമത്തിൽ മാത്രമാണ് ദൈവം ആരെയെങ്കിലും ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അംഗീകരിക്കുന്നത്. അതുകൊണ്ട് പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. കണ്ടോ, നൽകപ്പെട്ട, ഗിവൺ നെയിം, നൽകപ്പെട്ട. ആര് നൽകി? ദൈവം നൽകി. അപ്പോൾ യേശു എന്ന നാമത്തിന് ദൈവത്തിന്മേലുള്ള സ്വാധീനം പറഞ്ഞറിയിക്കാനൊക്കാത്ത തരം, സ്തോത്രം, അത്യുന്നതമാണ്, അത്യുന്നതമാണ്. Praise God. യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ ദൈവം അംഗീകരിക്കുന്ന ഒരു നാമം. വേറെ ഒരു നാമവുമില്ല. ഏത് പാപിക്കും പരിശുദ്ധനായ ദൈവത്തോടടുത്തു വരാം. ഏത് നാമത്തിൽ? യേശു എന്ന നാമത്തിൽ. സ്തോത്രം. എത്ര കൊടും കുറ്റവാളിക്കും യേശു എന്ന നാമത്താൽ നീതീകരണം ലഭിക്കും. എത്രയും കൊടുത്ത അപരാധിക്കും യേശു എന്ന നാമത്താൽ ശുദ്ധീകരണം ലഭിക്കും. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും പ്രസംഗിക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ അപ്പോസ്തലപ്രവൃത്തികൾ 26:18 വായിച്ചോളൂ. Acts 26:18. ഒത്തിരി മുറിഞ്ഞുപോയി.
to open their eyes so that they may turn from darkness to light and from the power of Satan to God, that they may receive forgiveness of sins and a place among those who are sanctified by faith in me. Also, chapter 3, verses 19 following. 3:19 തൊട്ട്. Repent therefore and turn back, that your sins may be blotted out, that times of refreshing may come from the presence of the Lord, and that he may send the Christ appointed for you, Jesus, Yeah. whom heaven must receive until the time for restoring all the things about which God spoke by the mouth of his holy prophets long ago. In all these places we see how the name of Jesus is eternally set by God the Father, whether for acceptance unto God's family, repentance, turning away from darkness and Satan, turning towards God. യേശുവെന്ന നാമത്തെ ദൈവം മനുഷ്യന്റെ മാനസാന്തരത്തിന്, ദൈവത്തിങ്കലേക്ക് തിരിയുന്നതിന്, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് അംഗീകരിക്കപ്പെടുന്നതിന് ഒക്കെ വേണ്ടി നിത്യമായി ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണമാണ് ചില വാക്യങ്ങളിലൂടെ നമ്മൾ കണ്ടത്. നമുക്കും ആ നാമത്താലാണ് ശുദ്ധീകരണം. 1 കൊരിന്ത്യർ 6:11 പൗലോസ് പറയുന്നു, നിങ്ങളും പണ്ട് ചിലരൊക്കെ 9-10 വാക്യങ്ങളിൽ പറഞ്ഞ വകക്കാരായിരുന്നു, അല്ലേ? 1 കൊരിന്ത്യർ 6 വാക്യത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങളിലും ചിലരൊക്കെ ആ വകക്കാരായിരുന്നു. ഏത് വകക്കാർ? 9-10 വാക്യങ്ങളിൽ പറയുന്ന. എന്നാൽ 11 വാക്യത്തിൽ എന്താ പറയുന്നേ? നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. 9-10 വാക്യങ്ങളിൽ പറഞ്ഞ തരത്തിലെ കൊരിന്തിൽ നിലനിന്ന സകല അശുദ്ധികളിലും അകപ്പെട്ടവരായിരുന്നു നിങ്ങളും. പക്ഷേ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്താൽ നിങ്ങളെ തന്നെ കഴുകിയിരിക്കുന്നു. മനുഷ്യനെ അവൻ്റെ ദുർഗന്ധം വമിക്കുന്ന പാപാന്ധകാര ജീവിതത്തിൽ നിന്നും കഴുകി വെടിപ്പാക്കി തൻ്റെ മക്കളാക്കി അംഗീകരിക്കുന്ന ആ ശുദ്ധീകരണ കർമ്മം പിതാവായ ദൈവം പുത്രനായ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണെന്ന് നമുക്കറിയാം. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മളതേപ്പറ്റി പഠിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവത്തിന്മേൽ യേശുവിൻ്റെ നാമത്തിനുള്ള സ്വാധീനത്തെയാണ് നമ്മളൊന്ന് നോക്കിയത്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തെ കൈക്കൊള്ളാത്ത യാതൊരു മനുഷ്യനെയും ദൈവവും കൈക്കൊള്ളുന്നില്ല എന്ന വസ്തുത
മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഉലകത്തിൽ വളരെ നല്ല മൗലിക നിലവാരമുള്ള സാൻമാർഗിക നിലവാരമുള്ള മനുഷ്യരുണ്ട്. ക്രിസ്ത്യാനികളെക്കാൾ, ദൈവമക്കളെക്കാൾ, ശുശ്രൂഷകന്മാരെക്കാൾ വളരെ ഉയർന്ന സാമൂഹിക, സാൻമാർഗിക, മൗലിക മൂല്യമുള്ള ജീവിതം നയിക്കുന്നവരുണ്ട്. ധാരാളം മുസ്ലിങ്ങളുണ്ട്, വളരെ ഉയർന്ന നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവർ. നമ്മൾ പുറമേ കാണുന്നത് പോലെയുള്ള തീവ്രവാദികളുമായി, അരുതാത്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് മുസ്ലിങ്ങളെയാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു മൈനോറിറ്റി, ഒരു ന്യൂനപക്ഷം അവർക്കിടയിലുണ്ട്. ഉന്നതമായ മൗലിക, വേണമെങ്കിൽ ആത്മീയ മൂല്യങ്ങളെന്ന് തന്നെ വിളിക്കാം, പുലർത്തുന്നവർ. ഹിന്ദുക്കളുണ്ട്. മുസ്ലിങ്ങളെ അപേക്ഷിച്ച് ആ നിലയിലുള്ള ഹിന്ദുക്കൾ ഒത്തിരി ഉണ്ട്, ധാരാളം പേരുണ്ട്. ഒത്തിരി മഹർഷിമാർ, മുനിമാരൊക്കെ. ഇനി അതല്ല, സാധാരണപ്പെട്ട ജീവിതം നയിക്കുന്ന ഹിന്ദുക്കൾ ധാരാളം പേർ, ജൈനമതക്കാർ ധാരാളം പേർ, അങ്ങനെ ധാരാളം പേരുണ്ട്. പക്ഷേ അതൊന്നും കൊണ്ട് ഒരാൾക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. ഇങ്ങനെ ഉയർന്ന ആത്മീയ നിലവാരം, സാൻമാർഗിക നിലവാരമൊക്കെ പുലർത്തുന്നവർ യേശുവിനെ മനഃപൂർവം നിഷേധിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ ദൈവം അവരെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ യേശു എന്ന നാമത്തിന് ദൈവത്തിലുള്ള സ്വാധീനം എത്ര വലുതാണെന്ന് കണ്ടേ. സ്തോത്രം. പുത്രനായ യേശുവിനെ കൈക്കൊള്ളാത്തതിനാൽ നിത്യമായ ദണ്ഡനത്തിനും ശിക്ഷാവിധിക്കും ഓഹരിക്കാരായിത്തീരുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതലേ നാം കാണുന്നുണ്ട്. അപ്പോൾ യേശു എന്ന നാമത്തിന് ദൈവത്തിങ്കലുള്ള സ്വാധീനം, ദൈവത്തിന്മേലുള്ള സ്വാധീനം. 2, മനുഷ്യന്റെ മേലുള്ള സ്വാധീനം. പ്രത്യേകിച്ച് ദൈവമക്കളായ നമ്മുടെ മേൽ. സ്തോത്രം. നമ്മൾ പാട്ട് പാടാറുണ്ട്, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ആ യേശു എന്ന ഒരു നാമം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, സ്വാധീനങ്ങൾ അവരവർ തന്നെ ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്തൊരാവേശം നിറഞ്ഞ ഒരു നാമം. സ്തോത്രം. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, പാപത്തിന്റെ അടിത്തട്ടിൽ നിന്നും നമ്മെ കോരിയെടുത്ത് പിതാവായ ദൈവത്തിന്റെ വിശുദ്ധ സിംഹാസനത്തിന് മുമ്പാകെ നമ്മെ ഹാജരാക്കി നിർത്താൻ കഴിയുന്ന ഒരു വിലപ്പെട്ട നാമം. നമുക്ക് അഭയം തേടാൻ കഴിയുന്ന, ആശ്വാസം പ്രാപിക്കാൻ കഴിയുന്ന, പാപമോചനം പ്രാപിക്കുവാൻ കഴിയുന്ന, പൈശാചിക ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ കഴിയുന്ന, എന്തിനേറെ ശാരീരിക രോഗങ്ങളിൽ നിന്നുപോലും നമുക്ക് സ്വാതന്ത്ര്യം നൽകിത്തരുന്ന ഒരു നാമം. ഈ 9-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ 14, 15 വാക്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ നാമത്തിന്
നമ്മുടെ മേലുള്ള ഒരു വലിയ സ്വാധീനം മനസ്സിലേക്കാണുമല്ലോ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എങ്കിൽ കൂടെ. ഒമ്പത്, 14, 15 വാക്യങ്ങളിൽ നിന്നും നമ്മുടെ മേൽ യേശു എന്ന നാമത്തിന്റെ സ്വാധീനം കിട്ടിയില്ലേ? മരണഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന നാമം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ലോകത്തിലേറ്റവും ബലമേറിയത് എന്തുവാ? മരണം. Death and ഡെത്ത്. fear of death. യാ, ലോകത്തിലേറ്റവും ബലമേറിയതാണ് മരണം. അത് മരണത്തിന്റെ ഭയം തുടങ്ങി ആക്ച്വൽ യഥാർത്ഥ മരണം വരെയുള്ളതാണ് ലോകത്തിൽ ഏറ്റവും ബലമുള്ളത്. ഇൻഡിഫീറ്റബിൾ, അജയ്യമാണ് മരണം. മരുന്നിനും വൈദ്യത്തിനും പോലും ഇല്ലാതാക്കാൻ, മാറ്റി നിർത്താൻ ഒന്നും കഴിയാത്ത ഒന്ന്. ചിലപ്പോൾ അല്പം വൈകിപ്പിച്ചേക്കാം യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ. പക്ഷേ മാറ്റി നിർത്താൻ കഴിയാത്തതുപോലെ അജയ്യമാണ് മരണം. മരണത്തോളം ശക്തിമത്തായതൊന്ന് സൃഷ്ടികളിലില്ല. അതിൻ്റെ ഭയം, ആ ഭയത്തിന് കീഴ്പ്പെടാത്ത ഒരു മനുഷ്യനും ഇല്ല, ഒരു സൃഷ്ടിയില്ല. പക്ഷേ യേശു എന്ന നാമം ആ ഭയത്തിൽ നിന്നും നമ്മെ പൂപോലെ പുറത്തു കൊണ്ടുവരുന്നു. മരണത്തിൻ്റെ ഭീതി മാറിയവരായി, മരണഭയം ഒഴിഞ്ഞവരായി, ജീവന്റെ സുഗന്ധം നുകരുന്നവരായി നമ്മെ തീർക്കുന്നത് ഈ യേശു എന്ന നാമമാണ്. യേശു എന്ന നാമം. സ്തോത്രം. നമ്മയെല്ലാം ഈ പല കോണ്ടിനെൻസിൽ നിന്ന്, പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഒരുമിച്ച് ചേർത്തിരിക്കുന്നതും നമ്മെ ഒന്നാക്കി കോർത്തിണക്കിയിരിക്കുന്നതും നിറം നോക്കാതെ, ജാതിയും മതവും നോക്കാതെ, സർണയും നോക്കാതെ, നമ്മുടെ ത്വക്കിൻ്റെ നിറവും മുഖത്തിൻ്റെ കാന്തിയും നോക്കാതെ, വിദ്യാഭ്യാസമോ വരുമാനമോ നോക്കാതെ നമ്മെ ഒരുമിപ്പിച്ചിരിക്കുന്നത് ഈ യേശു എന്ന നാമമാണ്. സ്തോത്രം. നമ്മുടെ മേൽ, എൻ്റെ മേൽ ആ നാമം ചെലുത്തിയ സ്വാധീനം എനിക്ക് വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. നിങ്ങളിലും ഓരോരുത്തരിലും അങ്ങനെയെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. മൂന്നാമത്തെ മേഖല നമുക്കറിയാം, സാത്താന്യ സാമ്രാജ്യത്തിൻ്റെ മേൽ ഉള്ള അധികാരം, ഉള്ള സ്വാധീനം. യേശു എന്ന നാമത്തിന് സ്തോത്രം. സാത്താന്യ സാമ്രാജ്യങ്ങളുടെ മേലുള്ള സ്വാധീനം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. യേശു കർത്താവ് തൻ്റെ ശിഷ്യവൃന്ദങ്ങളോട് പറയുന്നു, ലൂക്കോസ് 10:19 വാക്യത്തിൽ, ലൂക്ക് 10:19, ലൂക്കോസ്. പാമ്പുകളെയും കേൾക്കാം.
പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. സ്തോത്രം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. നമുക്കറിയാം, ഇത് അക്ഷരീയമായി പാമ്പിനെയും തേളിനെയും ചവിട്ടുന്ന കാര്യമല്ല. അക്ഷരീയമായി ദൈവദാസന്മാർ ചവിട്ടിയിട്ടുണ്ട്, ദോഷം വന്നിട്ടുമില്ല. പക്ഷെ അതൊരു പ്രോഗ്രാമായിട്ടും പെർഫോമൻസ് ആയിട്ടും നടത്തിയാൽ കടി ഉറപ്പ്, മരണം നിശ്ചയം. അവർ സ്വർഗത്തിൽ പോലും പോകുമോ എന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഞങ്ങളെ മണക്കാലയിൽ പഠിപ്പിച്ച ഒരു 5 അടി മാത്രം ഉയരം ഉണ്ടായിരുന്ന ഒരപ്പച്ചൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. AG സാമുവേൽ എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ പാസ്റ്റർ. 5 അടി ഉയരമുള്ളൂ. പക്ഷെ ഈ 5 അടി ഉയരക്കാരൻ എങ്ങനെയോ മിലിറ്ററിയിൽ സർവീസ് ചെയ്തയാളാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ സർവീസ് ചെയ്തു. ഒരു മരുന്നും ഉപയോഗിക്കത്തില്ല. KJV ബൈബിൾ, ഓൾഡ് KJV ബൈബിൾ മാത്രമേ ഉപയോഗിക്കൂ. മലയാളം പോലും ചൊവ്വ അറിയാൻ വയ്യാത്ത ഞങ്ങളോട് ഓൾഡ് KJV ബൈബിളിലെ വാക്യമേ അപ്പച്ചൻ പറയത്തുള്ളൂ. ഒറ്റ വാക്ക് മലയാളത്തിൽ പറയത്തില്ല. പിന്നെ ചില സമയത്ത് ഇതുപോലെയുള്ള ചില അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പം അപ്പച്ചനങ്ങ് മലയാളത്തിലാവും. കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പച്ചൻ പറയും. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത്. അപ്പച്ചനും വേറെ ആരാണ്ടും കൂടെ അക്കാലത്ത് സുവിശേഷ വിലയുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ, അദ്ദേഹം ഹരിപ്പാടുകാരനാണ്, ഞങ്ങളുടെ നാട്ടിൽ കൊല്ലകടവെന്ന് പറയുന്ന ഒരു അച്ഛൻ കോവിലാറിൻ്റെ പാലമുണ്ട്. ആ പാലം അങ്ങനെ കയറി ഒരു കയറ്റം കയറി പോകുമ്പോൾ 2 മീറ്റിംഗ് ഇണചേർന്നുകൊണ്ടിരുന്ന 2 പാമ്പുകൾ ഇവർക്കെതിരെ ഓടി വന്നു. അപ്പോൾ ആൾക്കാരൊക്കെ നിന്നിട്ട്, മനുഷ്യന്മാരെ നിങ്ങളതിലേ പോകരുത്, പാമ്പുകൾ ഇണചേരുന്ന സമയമാണ്, അവിടെ ഇതാ റോഡിൻ്റെ ആ ഭാഗത്ത് തന്നെയുണ്ട്, നിങ്ങളെ കടിക്കും. ഇവരെവിടെ? ഭയങ്കര തീക്ഷ്ണതയിൽ നിൽക്കുന്ന മനുഷ്യർ. അവർ മുമ്പോട്ട് പോയപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പാമ്പുകൾ ഇവർക്കെതിരെ ചീറിയെടുത്തു. ഈ വാക്യം ഈ അപ്പച്ചന്മാരങ്ങോട്ട് ഉപയോഗിച്ചു. ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്നറിയത്തില്ല. ഏതായാലും പാമ്പിന് പിടികിട്ടി. എന്നിട്ട് പറഞ്ഞു, ശാസിച്ചു. ഈ പാമ്പുകൾ തിരിഞ്ഞോടാൻ തുടങ്ങി. ഇവർ പറഞ്ഞു ഓടരുത്, ഇവിടെ വാ. എന്നിട്ട് ഇവർ ചെരുപ്പൂരിയിട്ട്, അവരിട്ടിരുന്ന ചെരുപ്പ് ഊരിയിട്ട് അവരുടെ നഗ്ന പാദങ്ങൾ കൊണ്ട് അതിൻ്റെ തലയെ അവരെ ചവിട്ടി മെതിച്ചു എന്നാണ് അന്ന് ഞങ്ങളോട് പറഞ്ഞത്. വാസ്തവമാകാം, അങ്ങനെയുള്ള വിശുദ്ധന്മാരുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം പ്രാവശ്യം പാമ്പുകടി ഏറ്റിട്ടും ഇപ്പം മരിച്ചെന്നും പറഞ്ഞ് അബോധാവസ്ഥയിൽ കിടന്നിരുന്ന അമ്മച്ചിമാരെ കുറിച്ചൊക്കെ ഡോക്ടർ സാജുവിന് അറിയായിരിക്കും. അവരുടെ നാട്ടിലെ സംഭവങ്ങളാണ് ഞാനീ പറയുന്നത്. പന്തളത്തെ കാര്യം പറയുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ അമ്മച്ചി സ്വാഭാവിക മരണം വരിച്ചത്. കർത്താവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ സജി സഖറിയായുടെ മാതാവ് പല പ്രാവശ്യം പാമ്പ് കടിച്ചു, അബോധാവസ്ഥയിലായി. ദൈവമക്കൾ ചുറ്റിനു വരുന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അങ്ങനെ പല സന്ദർഭങ്ങൾ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും എന്ന് പറഞ്ഞത് അക്ഷരീയമായി പാമ്പിനെയും തേളിനെയും ചവിട്ടുന്നതിനെ കുറിച്ചല്ല. അത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞൊരു
പെർഫോമൻസിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയല്ല. ഇത് പൈശാചിക സാമ്രാജ്യത്തെ കുറിക്കുന്ന പ്രയോഗമാണ്. പാമ്പും തേളും, പ്രത്യേകിച്ച് സാത്താനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നത് എന്താ അവനെ വിളിക്കുന്ന പേര്? പഴയ പാമ്പ്. പഴയ പാമ്പായ മഹാസർപ്പം, ദ ഓൾഡ് സെർപ്പന്റ്. വേദപുസ്തകത്തിൽ പാമ്പ് സാത്താന്റെ നിഴലായിട്ടാ നിൽക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മുതൽ. പറഞ്ഞു വന്നതിന്റെ സാരം, പൈശാചിക ശക്തികളെ, സാമ്രാജ്യങ്ങളെ മുഴുവനും സ്വാധീനിക്കുന്ന ഏക നാമം, അത് നാം ഇന്ന് അഭിമാനത്തോടെ ഏറ്റുപറയുന്ന യേശു എന്ന നാമമാണ്. സ്തോത്രം. പൈശാചിക ശക്തികൾ ആ നാമത്തിന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി കുമ്പിടും. സ്തോത്രം. യെസ്, ഓഫ് കോഴ്സ്. പൗലോസ് അപ്പോസ്തലന്റെ റോമിലേക്കുള്ള യാത്രാമധ്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അവർക്കൊക്കെ പാമ്പ് നീതി ദേവിയാണ്, ദൈവമാണ്. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് കപ്പലിൽ നിന്ന് വെള്ളത്തിലൂടെ ഒരു പരുവത്തിന് നീന്തി നനഞ്ഞു കുഴഞ്ഞ് കരയിൽ കയറിയ തടവുപുള്ളികൾ, തീ കായുന്നതിനിടയിൽ നമുക്കറിയാം പൗലോസും 2 വിറക് പെറുക്കി അതിനകത്തിട്ടതാണ്. സർപ്പം കടിച്ചു തൂങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നത്. ആൾക്കാരൊക്കെ കണ്ട് ഭയപ്പെട്ടു. പൗലോസിന് ഭയമൊന്നും തോന്നിയില്ല. അതിനെ ആ തീയിലോട്ട് വിറകിന് പകരം അവൻ കുടഞ്ഞിട്ടു. ഇപ്പം വീർത്ത് വീണ് ചാകുമെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കെ പൗലോസ് അവരോട് പ്രസംഗിക്കാൻ തുടങ്ങി. പൈശാചിക ശക്തികൾക്ക് ദൈവജനത്തിന്റെ മേൽ സ്വാധീനമില്ല. പിശാചിന് നേരിട്ടോ ദുരാത്മാക്കൾക്കോ ആഭിചാര കർമാദികൾക്കോ ഏലസുകളോ തകിടുകളോ പ്രത്യേകാൽ പൂജകളും മന്ത്രങ്ങളുമൊക്കെ ജപിച്ച് നൽകുന്ന ആഹാരപദാർത്ഥങ്ങൾക്കോ ഇവയ്ക്കൊന്നിനും ഒരു യഥാർത്ഥ ഭക്തനെ ദോഷത്തിനായി സ്വാധീനിക്കുവാൻ കഴിയില്ല. സ്തോത്രം. പക്ഷേ നമ്മുടെ ആൾക്കാർക്കും ഇതിനെയൊക്കെ പേടിയാണെന്നുള്ളതാണ് സത്യം. കൂടോത്രമെന്നും കൈവശമെന്നും ഒക്കെ പറഞ്ഞ് നാമും ഭയപ്പെടാറുണ്ട്. നമ്മുടെ പ്രസംഗകരും പ്രവാചകന്മാരും ഒക്കെ ഭയപ്പെടുത്താറുമുണ്ട്. ആരും എന്തും ചെയ്യട്ടെ, നാം ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്നെങ്കിൽ നമ്മെ സ്വാധീനിക്കാൻ ഇവയ്ക്കൊന്നും കഴിയില്ല. പകരം നമ്മൾ ഒറ്റ ഒരാൾ മതി. ഒത്തിരി പേരൊന്നും വേണമെന്നില്ല. നാം ഒരു ദൈവഭക്തൻ അല്ലെങ്കിൽ ഭക്ത മതി. അതിന് പാസ്റ്റർ ആകണമെന്നില്ല, തിയോളജിക്കൽ ഡിഗ്രി വേണമെന്നില്ല, പ്രായമുള്ളയാളാകണമെന്നില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച, യേശുവിന്റെ കർത്തൃത്വത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ ദൈവഭക്തൻ മതി. പൈശാചിക ശക്തികൾ കൂടോടെ ഇളകി വന്നാലും ആ ഭക്തനെ സ്വാധീനിക്കാൻ കഴിയില്ല. പകരം
യേശുവിൻ്റെ നാമത്തിൽ നിൽക്കുന്ന ആ ഒരു ഭക്തനായിരിക്കും ബാക്കി ഇരുളിൻ്റെ സാമ്രാജ്യത്തെ മുഴുവനും സ്വാധീനിക്കുന്നത്. സ്തോത്രം. ചിലരൊക്കെ പറയാറുണ്ട് ഇവിടെ ഭയങ്കര പോരാട്ടം, അതുകൊണ്ട് ഈ സ്ഥലം ശരിയല്ല, ഈ സ്ഥലം വിറ്റിട്ട് പോകും, അല്ലെങ്കിൽ അങ്ങ് പക്ഷേ ഇത് വാടകയ്ക്ക് കൊടുത്തിട്ട് വേറെ ഒരിടത്തേക്ക് അങ്ങ് മാറിയാലോ. ഇല്ല, ഇതിൽ കൂടെ ലഭിക്കുന്ന വാടകയിൽ കൂടെ പോലും അവൻ കയറി വരും. ഇതിൽ കൂടെ കിട്ടുന്ന വാടകയ്ക്കകത്ത് കൂടെ പോലും കയറി വരും. അയ്യോ പ്രിയരെ, ഇനി അങ്ങനെ വല്ല പൈശാചിക ശക്തികൾക്കും അവിടെ വരത്തുപോക്കോ ഇരുത്തുപോക്കോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അവിടേക്ക് ചെന്നാൽ നമ്മൾ നിമിത്തം അവയെല്ലാം സ്ഥലം കാലിയാക്കി വേറെ ഇടം നോക്കിക്കോളും. അത്രയ്ക്ക് പൈശാചിക സാമ്രാജ്യത്തിന്മേൽ സ്വാധീനമുള്ള ഒരു നാമമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന യേശു എന്ന നാമം. അത് വെറുമൊരു നാമമല്ല, അത് ഒരു ആളത്വമാണ്, അതൊരു വ്യക്തിയാണ്. പൈശാചിക ശക്തികൾക്ക് യാതൊരു കാരണവശാലും പിടിച്ചടക്കാൻ കഴിയാത്ത ഒരു വ്യക്തി, ഒരാളത്വം. സ്തോത്രം. അതുകൊണ്ട് ആ നാമത്തിന് ഇന്നും അധോലോക ശക്തികളിന്മേൽ പറഞ്ഞറിയിക്കാൻ ഒക്കാത്ത സ്വാധീനമുണ്ട്. അതുകൊണ്ട് നമ്മെ സ്വാധീനിക്കേണ്ടത് ഇരുളിന്റെ ശക്തികളല്ല, പകരം അവരുടെ സാമ്രാജ്യത്തെ നാം നിമിത്തം യേശുവിൻ്റെ നാമമാണ് സ്വാധീനിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിരിക്കും എന്ന് കരുതുന്നു. സ്തോത്രം. എങ്കിൽ ശരി, അവസാനമായിട്ട് ഈ യേശുവിൻ്റെ നാമത്തെപ്പറ്റി പുതിയ നിയമം പറയുന്ന ഏതാനും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം. സമയം നമ്മുടേത് നിർത്തണമെന്ന് ആഗ്രഹിച്ച സമയം എത്തി, എന്നാൽ ഇതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സ്തോത്രം. പുതിയ നിയമത്തിൽ നമുക്ക് യേശുവിൻ്റെ നാമത്തെ മറ്റ് ചില നാമങ്ങളോട് ചേർത്തു വെച്ച് കാണുവാൻ സാധിക്കും. In the New Testament we can see the name of Jesus in relation with some other combinations, combined names. For example, ഒന്ന് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. 137 പ്രാവശ്യം യേശു ക്രിസ്തു എന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. 137 times in 134 verses. 134 വാക്യങ്ങളിലായി 137 പ്രാവശ്യം യേശു ക്രിസ്തു എന്ന പേര് പുതിയ നിയമത്തിലുണ്ട്. യേശുവിൻ്റെ പേരിനോട് ക്രിസ്തു എന്ന് ചേർക്കപ്പെട്ടിരിക്കുന്നു. 2, ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തു യേശു. അത് 86 വാക്യങ്ങളിലായി 91 പ്രാവശ്യമുണ്ട്. In 86 verses, 91 times Christ Jesus.
ഈ 91 പ്രാവശ്യത്തിലെ 90 പ്രാവശ്യവും ഇത് പറഞ്ഞിരിക്കുന്നത് പൗലോസാണ്. ഒരിടത്ത് മാത്രം പൗലോസ് പറഞ്ഞിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 24-ാമത്തെ വാക്യം, 24 ആക്സ്, ആ ഒരു ഭാഗം ഒഴികെ ബാക്കിയുള്ള 90 പ്രാവശ്യവും പൗലോസാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കമ്പോണന്റ് ഓർ കമ്പൈൻഡ് നെയിം, അതാണ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു. 63 വാക്യങ്ങളിൽ നിന്ന് 63 പ്രാവശ്യം, 63 times in 63 verses. 63 വാക്യങ്ങളിലായി 63 പ്രാവശ്യം. അടുത്തത് ലോർഡ് ജീസസ്, കർത്താവായ യേശു. ലോർഡ് ജീസസ്, കർത്താവായ യേശു. 38 വാക്യങ്ങളിൽ നിന്ന് 38 പ്രാവശ്യം, 38 times in 38 verses. അടുത്തത് ജീസസ് ദ ക്രൈസ്റ്റ്. ജീസസ് ദ ക്രൈസ്റ്റ്, യേശു എന്ന ക്രിസ്തു. മലയാളത്തിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3:20 ഒന്ന് വായിച്ചോളൂ. ആക്സ് 3:20 നമ്മളിപ്പോ വായിച്ചായിരുന്നു. That times of refreshing may come from the presence of the Lord, and that he may send the Christ appointed for you, Jesus. The Christ Jesus or Jesus the Christ. മലയാളത്തിൽ എങ്ങനെ? ക്രിസ്തുവായ യേശു. ക്രിസ്തുവായ യേശു. സ്തോത്രം. ആ ഒരു വാക്യത്തിലേ ഉള്ളത്. അടുത്തതാണ് ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. അപ്പോസ്തല പ്രവൃത്തി 9:22, 9:22 ആക്സ്. അപ്പോസ്തല പ്രവൃത്തി 9:22. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. 17:3 കൂടെ, 17:3. ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ചു. യേശു തന്നെ ക്രിസ്തു. ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. സ്തോത്രം. അടുത്തതാണ് ജീസസ് വാസ് ദ ക്രൈസ്റ്റ്. അപ്പോസ്തല പ്രവൃത്തികൾ 18:5, 18:5 ആക്സ്. യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷി. 28:28 യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു. സ്തോത്രം. ജീസസ് വാസ് ദ ക്രൈസ്റ്റ്. മലയാളത്തിൽ യേശു തന്നെ ക്രിസ്തു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് ഈ യേശു തന്നെയായിരുന്നു ക്രിസ്തു എന്ന അർത്ഥമാണ് വരുന്നത്. മറ്റൊന്നാണ് ജീസസ് ക്രൈസ്റ്റ് ദ നാസറേൻ. ജീസസ് ക്രൈസ്റ്റ് ദ നാസറേൻ, നസറായനായ യേശു ക്രിസ്തു. 4:10 അപ്പോസ്തല പ്രവൃത്തികൾ 4:10. നസറനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. നസറായനായ യേശു ക്രിസ്തു. സ്തോത്രം.
അവസാനമായിട്ട് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. റോമാലേഖനം 1:4 വാക്യം. മലയാളത്തിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരിക്കും. റോമൻസ് നമ്മുടെ 1:4. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ ഓക്കെ, നിന്നും. 4 വാക്യം തന്നെയാണ്. ഓക്കെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ യേശു എന്ന നാമവുമായി ബന്ധപ്പെട്ട ക്രിസ്തു, കർത്താവ്, നസറേത്തുകാരൻ അല്ലെങ്കിൽ നസറായൻ, സ്തോത്രം. മറ്റു ചിലയിടത്ത് ഗലീലക്കാരനായ യേശു, ദ ഗാലീലിയൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം യേശു എന്ന ആ പേരിനോട് ചേർത്ത് വെച്ച് നമുക്ക് ഈ നാമങ്ങളെല്ലാം കാണുവാനായിട്ട് സാധിക്കും. ചിലരൊക്കെ യേശുവും ക്രിസ്തുവും വേറെ വേറെയാണെന്നൊക്കെ പഠിപ്പിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ തെറ്റുകളിലൊന്നും നാം അകപ്പെടരുത്. യേശു ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ വെറും യേശു ആയിരുന്നു. ഉയർത്തതിന് ശേഷം അവൻ ക്രിസ്തുവായി എന്നൊക്കെ പഠിപ്പിക്കുന്നവരും ഉണ്ട്. എന്നാൽ അതെല്ലാം തെറ്റാണ്. ആദ്യത്തെ ക്രിസ്മസ് കരോൾ ഗാനം എന്തായിരുന്നു? ദൂതൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം. അത് കഴിഞ്ഞിട്ട് എന്ത് സന്ദേശമായിരുന്നു ആട്ടിടയന്മാർക്ക് ദൂതന്മാർ കൈമാറിയത്? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ ഭരണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു. കണ്ടോ? ക്രിസ്തു എന്ന രക്ഷിതാവ്. യേശുവിന്റെ ജനനം നടന്നിട്ടേ ഉള്ളൂ. കത്തോലിക്ക ഭാഷയിൽ പറഞ്ഞാൽ ഇൻഫന്റ് ജീസസ് ആയിപ്പോ. പക്ഷെ ആ ഇൻഫന്റ് ജീസസിനെ, ആ ശിശുവായ യേശുവിനെ ദൂതന്മാര് പരിചയപ്പെടുത്തിയത് യേശു എന്നല്ല, ക്രിസ്തു എന്ന കർത്താവായ രക്ഷിതാവ്. ഉണ്ടോ? യേശുവിന് ക്രിസ്തുവാകാൻ ഉയർത്തെഴുന്നേൽക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. യേശു കർത്താവായത് ഉയർപ്പിന് ശേഷമോ സ്വർഗാരോഹണ ശേഷമോ അല്ല. അതാണ് അപ്പല്ലോസും പൗലോസും ഒക്കെ യഹൂദന്മാരോട് പള്ളികളിൽ തെളിയിച്ചത്. നിങ്ങൾ ഒരു സാധാരണ യഹൂദനെന്നും പറഞ്ഞ്, ഒരു ദൈവദൂഷകനെന്ന് പറഞ്ഞ്, റോമ ഗവൺമെന്റിന്റെ വിമതൻ എന്ന് പറഞ്ഞ് ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ആരായിരുന്നു? ക്രിസ്തു ആയിരുന്നു. ആ യേശു തന്നെ ക്രിസ്തു എന്ന് അവരതുകൊണ്ടാണ് തെളിയിച്ചത്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു, സ്തോത്രം, മനുഷ്യനായി ജനിക്കുന്നതിനും മുമ്പ് തന്നെ അവൻ കർത്താവായിരുന്നു, ക്രിസ്തുവായിരുന്നു, രക്ഷിതാവായിരുന്നു. നമുക്ക് കാണത്തക്കതുപോലെ മനുഷ്യ ജന്മമെടുത്തു, മരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയതിൻ്റെ ഏതാണ്ട് അവസാനത്തെ ലാപ്പാണ്, ഒടുവിലത്തെ ഒരുക്ക സമയമാണത്. സ്തോത്രം. യേശു എന്ന ആ നാമം നമുക്ക് ആവേശം തരട്ടെ. ആ നാമത്തിൽ നമുക്ക് വിശ്വസിക്കുവാനും രക്ഷിക്കപ്പെടുവാനും ദൈവം അവസരങ്ങളെ നൽകിയല്ലോ.
ആ നാമത്തിൻ്റെ പ്രഘോഷകരായി, ആരാധകരായി നമുക്ക് വീണ്ടും മുൻപോട്ട് പോകാം. ആ നാമം ധരിച്ചവനെ നേരിൽ കണ്ട് കുമ്പിട്ട് നമസ്കരിപ്പാൻ എത്രയും വേഗം ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വാക്കുകളെ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.